ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു പത്തനംതിട്ടയിൽ എന്റെ ചോദ്യം തെളിക്കുന്നു ലൈവ് ഷോ സംഘടിപ്പിച്ചത്. ദേവസ്വം മന്ത്രി ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ ഷോയിൽ പങ്കെടുത്തിരുന്നു. ശബരിമലയിൽ പണമുള്ളവന് പ്രത്യേക സൗകര്യം അനുവദിക്കില്ലെന്ന ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ 10-ാം തീയതി നട തുറന്ന് ദർശനം നടത്താൻ അനുമതി ലഭിച്ചതിന് പിന്നിൽ സുനിൽസ്വാമിയാണെന്ന് ദർശനം നടത്തിയ കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ വന്നത്. യൗവനയുക്തകളായ സ്ത്രീകൾ അടങ്ങുന്ന വലിയ സംഘമാണ് അന്ന് പോയത് എന്നാണ് ആദ്യത്തെ ആക്ഷേപം. ചില ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? 53 54 വയസ്സായ ശബരിമലയിൽ ദർശനത്തിന് പോകുന്നത് തെറ്റാണോ? പറഞ്ഞോളൂ ബാക്കി. അവര് കാണാൻ ചിലപ്പോ ചെറുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും. ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകളും തലയില് വെള്ള നര കറുപ്പടിച്ചിട്ടാണ് നടക്കുന്നത്. അതൊക്കെ ഒരു ആയിട്ട് തോന്നാൻ പറ്റും നമുക്ക്. അവരുടെ എല്ലാ റെക്കോർഡ്സും അവർ 5-6 റെക്കോർഡ്സ് വേണമെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ്. ഒരു സ്ത്രീക്ക് 54, ഒരു സ്ത്രീക്ക് 53 വയസ്സായിട്ടുണ്ട്. നിങ്ങളുടെ സംഘത്തിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? ഈ പറയുന്ന 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഞങ്ങളുടെ സംഘത്തിൽ ടോട്ടൽ 40 പേരുണ്ടായിരുന്നു. ഈ 40 പേരിൽ 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 15 സ്ത്രീകൾ ഉണ്ടായിരുന്നു. മാളികപ്പുറങ്ങളുണ്ടായിരുന്നു. 80 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇതിൽ. ഇതിൽ 2 പേരുടെ കാര്യത്തിൽ മാത്രമേ ദേവസ്വം ബോർഡ് വിജിലൻസിന് സംശയമുണ്ടായിരുന്നുള്ളൂ. അവരുടെ പാൻ കാർഡ് അടക്കമുള്ള തെളിവുകൾ നൽകി. അതെ, തെളിവുകൾ നൽകി. ഈ അയ്യപ്പ ഭക്തന്റെ മുന്നിൽ എന്ത് റെക്കോർഡ് വേണമെങ്കിലും അതിന്റെ തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. 10-ാം തീയതി സാധാരണഗതിയിൽ പൂജ ഉണ്ടാകാൻ പാടുള്ളതല്ല ശബരിമല കലണ്ടർ അനുസരിച്ച്. 10-ാം തീയതി പൂജ ഉണ്ട് എന്ന് എങ്ങനെ അറിഞ്ഞു? എങ്ങനെ 80 അംഗ സംഘത്തിന് അങ്ങനെ 10-ാം തീയതി പ്രത്യേക അനുമതി ലഭിച്ചു? 10-ാം തീയതി പൂജ അവിടെ ഉണ്ടായിരുന്നു. നട തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പണ്ട് വർഷങ്ങൾ ഒരുപാട് മുന്നേ ബുക്ക് ചെയ്ത പൂജകളാണത്. ശബരിമല കലണ്ടറിൽ 10-ാം തീയതി ഇല്ല. 9-ാം തീയതി രാത്രി 11:30 നട അടച്ചാൽ പിന്നീട് അത് ദേവസ്വം ബോർഡിനോടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ചോദിക്കണം. ഞാനങ്ങനെ പറയാൻ സാധിക്കും. അപ്പോൾ 10-ാം തീയതി രാവിലെയാണോ നിങ്ങൾ അവിടെ എത്തിയത്? ഞങ്ങൾ 10-ാം തീയതി അല്ല 9-ാം തീയതി രാത്രി എത്തി. 9-ാം തീയതി രാത്രി. സുനിൽസ്വാമിയുടെ ബന്ധുവാണോ നിങ്ങൾ? സുനിൽസ്വാമി എന്റെ അനിയനാണ്. സുനിൽസ്വാമിയുടെ അനിയനാണ് താങ്കൾ? സുനിൽസ്വാമി എന്റെ അനിയനാണ്. ശബരിമലയിൽ 2032 വരെയുള്ള പടിപൂജ സുനിൽസ്വാമിക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നിത്യപൂജ നടത്തുന്നതും ഗോശാലയുടെ മേൽനോട്ടവും സുനിൽസ്വാമി തന്നെ. ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് 40 പേരടങ്ങുന്ന സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്. ഇവിടെ ഗൗരവമുള്ള വേറൊരു ചോദ്യമുണ്ട്. കാര്യം തന്ത്രിയാണ് ദേവന്റെ പിതാവെന്ന് പറയുന്നു. ആ തന്ത്രിയെ നിയന്ത്രിക്കുന്നത് സുനിൽ സ്വാമിയാണെങ്കിൽ ഈ സുനിൽ സ്വാമി ആര്? കാര്യം സുനിൽ സ്വാമി പറഞ്ഞിട്ടാണ്. ഞാനൊരു ഡെവിൾസ് അഡ്വക്കേറ്റ് റോൾ എടുത്തോട്ടെ. സുനിൽസ്വാമി ഈ ചർച്ചയിൽ ഇല്ലല്ലോ. 130 ദിവസവും നിത്യപൂജയ്ക്ക് കൂപ്പൺ എടുത്ത് ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ നിൽക്കാൻ, ഞാനാണ് ഒരു ശബരിമല ഭക്തൻ എന്ന് വിചാരിക്കുക, ഞാൻ നിത്യപൂജയ്ക്ക് കൂപ്പൺ എടുത്താൽ എനിക്ക് അവിടെ പോയി നിൽക്കാനുള്ള അവകാശമില്ലേ? ആർക്ക് തടയാൻ പറ്റും? അത് പൂജകളുള്ള ദിവസത്തെ കാര്യമാണ്. ഇവിടെ പ്രശ്നം മറ്റൊന്നാണ്. പൂജയ്ക്ക് കലണ്ടറിൽ ഇല്ലാത്ത ഒരു ദിവസം പൂജ ഫിക്സ് ചെയ്തുകൊണ്ട് ആ പൂജ ദിവസം എത്തിയതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോ ഈ 10-ാം തീയതിക്ക് പൂജ എന്ന് പറയുന്നത് വെക്കുന്നത് തന്ത്രിക്കും അപ്പുറത്തേക്ക് കടന്നു ചെയ്തെങ്കിൽ ഇയാൾ ആരാണ്? എന്നാൽ യുവതികൾ സന്നിധാനത്ത് ദർശനം നടത്തിയിട്ടില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. എന്റെ ചോര തെളിക്കുന്നു ടീമിനൊപ്പം പത്തനംതിട്ടയിൽ നിന്നും VS ഹൈദരലി, റിപ്പോർട്ടർ.